ഹലോ എവ്രി വൺ, വെൽക്കം ടു നാഷണൽ അക്കാദമി. ഇന്നലെ PSC നടത്തിയ വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ ഡിസ്കഷനാണ് ഈ വീഡിയോയിൽ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാ ക്രമം ഏത്? കൊടുത്തിരിക്കുന്നു: മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണം, കുളച്ചൽ യുദ്ധം, ആറ്റിങ്ങൽ കലാപം, ശ്രീരംഗപട്ടണം ഉടമ്പടി. ഈ സംഭവങ്ങൾ നടന്ന ശരിയായ കാലഗണനാ ക്രമം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി. ആദ്യം നടന്നിരിക്കുന്നത് ആറ്റിങ്ങൽ കലാപം, പിന്നെ മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണം, ദെൻ കുളച്ചൽ യുദ്ധം, നാലാമത് ശ്രീരംഗപട്ടണം ഉടമ്പടി. ഇതാണ് ശരിയായ കാലഗണനാ ക്രമം. ഓപ്ഷൻ സി ആണ് ആൻസർ. രണ്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് ആൻസർ. ആത്മവിദ്യാസംഘം, യോഗക്ഷേമ സഭ, അയ്യങ്കാളി. ഇത് തെറ്റായ ജോഡിയാണ്. ആത്മവിദ്യാസംഘം വൈകുണ്ഠസ്വാമികൾ തെറ്റായ ജോഡിയാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 1ഉം 4ഉം തെറ്റായ ജോഡിയാണ്. മൂന്നാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ 1857 കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏത്? സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നു. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, കലാപത്തിൽ ഡൽഹിയിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഒരു ദിവസം നമ്മുടെ വായിൽ അകപ്പെടാൻ പോകുന്ന ഒരു ചെറിയായി അവധിനെ വിശേഷിപ്പിക്കപ്പെട്ടു. മൂന്നാമത്തെ ചോദ്യം, തോമസ് ജോൺസ് ബാർക്കർ 1859 വരച്ച ചിത്രമാണ് ഇൻ മെമ്മോറിയം. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, 1857 മെയ് 10 മീററ്റിലാണ് കലാപം ആരംഭിച്ചത്. ഇതിലെ 1857 കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ. 2ഉം 4ഉം. രണ്ടാമത്തെ പ്രസ്താവനയും നാലാമത്തെ പ്രസ്താവനയാണ് ശരി. ഒരു ദിവസം നമ്മുടെ വായിൽ അകപ്പെടാൻ പോകുന്ന ഒരു ചെറിയായി അവധി വിശേഷിപ്പിക്കപ്പെട്ടു. 1857 മെയ് 10 മീററ്റിലാണ് കലാപം ആരംഭിച്ചത്. ഇവ രണ്ടും ശരിയായ പ്രസ്താവനയാണ്. നാലാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ബന്ധമില്ലാത്തവ കണ്ടെത്തുക. സ്റ്റേറ്റ്മെന്റ്, 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം നിർത്തലാക്കി. രണ്ടാമത്തെ പ്രസ്താവന, ക്രിപ്സ് ദൗത്യത്തിന്റെ പരാജയത്തെ തുടർന്ന് ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചു. മൂന്നാമത്തെ പ്രസ്താവന, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. നാലാമത്തെ പ്രസ്താവന, 1930 മാർച്ച് 12 ഗാന്ധിജിയും അനുയായികളും ദണ്ഡി യാത്ര ആരംഭിച്ചു. ഇതിലെ ബന്ധമില്ലാത്തവ കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി. ഒന്നാമത്തെ പ്രസ്താവനയാണ് ശരിയല്ലാത്തത്. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനമാണ് നിർത്തലാക്കിയത്. അഞ്ചാമത്തെ ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉം. 1ഉം 3ഉം ആണ് ശരിയായ ജോഡികൾ. ലൈഫ് വീക്കിലി സാവോ താവോ ഫെൻ, എനിക്ക് ശേഷം പ്രളയം ലൂയി 15. ശരിയായ ജോഡി 1ഉം 3ഉം. ആറാമത്തെ ചോദ്യം, ഇന്ത്യയുടെ 2025 സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏത്?
ഒന്നാമത്തെ പ്രസ്താവന 78ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു. രണ്ടാമത്തെ പ്രസ്താവന 80ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു. മൂന്നാമത്തെ പ്രസ്താവന വിശിഷ്ടാതിഥികളായി മറ്റ് രാജ്യതലവന്മാർ ഉണ്ടായിരുന്നില്ല. നാലാമത്തെ പ്രസ്താവന 79ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു. ആറാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി. ഏഴാമത്തെ ചോദ്യം ഗ്രാവിറ്റി അനോമലിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി, 2 മാത്രം. രണ്ടാമത്തെ പ്രസ്താവന മാത്രം ശരിയാണ്, തെറ്റാണ്. എട്ടാമത്തെ ചോദ്യം ഇന്ത്യയുടെ ഉത്തരപർവ്വത മേഖലയിൽ കാണപ്പെടുന്ന ലവണജല തടാകം ഏതാണ്? ഇന്ത്യയുടെ ഉത്തരപർവ്വത മേഖലയിൽ കാണപ്പെടുന്ന ലവണജല തടാകം ഏതാണ്? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് വൂളാർ തടാകം, രാകാസ് തടാകം, പാങ്കോങ്സ തടാകം, ദാൽ തടാകം. ഉത്തരം ഓപ്ഷൻ സി, പാങ്കോങ്സ തടാകം. ഒമ്പതാമത്തെ ചോദ്യം സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന പട്ടണം. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന പട്ടണം ഏതാണ്? ഡെറാഡൂൺ. ഓപ്ഷൻ ബി ആണ് ആൻസർ, ഡെറാഡൂൺ. പത്താമത്തെ ചോദ്യം ആൻഡമാൻ നിക്കോബർ ദ്വീപുകളെ വേർതിരിക്കുന്ന കടൽ ചാനൽ ഏതാണ്? ആൻഡമാൻ നിക്കോബർ ദ്വീപുകളെ വേർതിരിക്കുന്ന കടൽ ചാനൽ ഏതാണ്? ഓപ്ഷൻ ബി, 10 ഡിഗ്രി ചാനൽ. 11ാമത്തെ ചോദ്യം ശിലാരൂപീകരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന പ്രാദേശിക കായാന്തരീകരണത്തിൽ മാഗ്മയുടെ ചൂട് കാരണം ശിലകൾക്ക് പുനരബലീകരണം സംഭവിക്കുന്നു. രണ്ടാമത്തെ പ്രസ്താവന ബലതന്ത്ര കായാന്തരീകരണത്തിൽ ശിലകൾ പൊടിഞ്ഞ് പുനരബലീകരണം സംഭവിക്കുന്നു. മൂന്നാമത്തെ പ്രസ്താവന സമ്പർക്ക കായാന്തരീകരണത്തിൽ ടെക്ടോണിക് ചലനത്താൽ ശിലകൾക്ക് പുനഃബലീകരണം സംഭവിക്കുന്നു. ശിലാരൂപീകരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ആൻസർ. രണ്ടാമത്തെ പ്രസ്താവന മാത്രം ശരിയാണ്. 12ാമത്തെ ചോദ്യം 2025 വർഷത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ ആഗോള പട്ടിണി സൂചിക അനുസരിച്ച് ഏറ്റവും ദരിദ്രമായ രാഷ്ട്രം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, സോമാലിയ. 13ാമത്തെ ചോദ്യം ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്നതിൽ ശരിയായത് ഏത്? സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നു. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ. രണ്ടാമത്തെ പ്രസ്താവന രാസവളങ്ങളും കീടനാശിനികളും. മൂന്നാമത്തെ പ്രസ്താവന ദരിദ്ര കർഷകർ, ധനിക കർഷകർ എന്നിങ്ങനെയുള്ള അന്തരം ഇല്ലാതായി. ഇതിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ശരിയായ പ്രസ്താവനയാണ്. 14ാമത്തെ ചോദ്യം പുത്തൻ സാമ്പത്തിക പരിഷ്കാരത്തിൽ പെടാത്തത് ഏത്? ഉദാരവൽക്കരണം, വ്യവസായവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഇതിൽ പുത്തൻ സാമ്പത്തിക പരിഷ്കാരത്തിൽ പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, 2 മാത്രം. 15ാമത്തെ ചോദ്യം ഇന്ത്യൻ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏതാണ്? പ്രസ്താവന കൊടുത്തിരിക്കുന്നു. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി PC മഹൽനോബിസ് ആണ്. രണ്ടാമത്തെ പ്രസ്താവന സോവിയറ്റ് മാതൃകയിലുള്ള പഞ്ചവത്സര പദ്ധതികളാണ് ഇന്ത്യ സ്വീകരിച്ചത്. മൂന്നാമത്തെ പ്രസ്താവന 1947 ഇന്ത്യയിൽ പ്ലാനിംഗ് ആരംഭിച്ചത്. ഇന്ത്യൻ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ സി, 3 മാത്രം ശരിയല്ല. 16ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ ഏതെല്ലാം? താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ ഏതെല്ലാമായിരുന്നു? സാമ്പത്തിക വളർച്ച, പതിനാറാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ ഏതെല്ലാം? കൊടുത്തിരിക്കുന്നു. സാമ്പത്തിക വളർച്ച, സ്വാശ്രയത്വം, നീതി, നവീകരണം. 16ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഇവയെല്ലാം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇവയെല്ലാം സാമ്പത്തിക വളർച്ച, സ്വാശ്രയത്വം, നീതി, നവീകരണം ഇവയെല്ലാം ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങളാണ്. 17ാമത്തെ ചോദ്യം കേന്ദ്ര ബാങ്കിന്റെ ധർമ്മങ്ങളിൽ പെടാത്തത് ഏത്? കേന്ദ്ര ബാങ്കിന്റെ ധർമ്മങ്ങളിൽ പെടാത്തത് ഏതാണ്? കൊടുത്തിരിക്കുന്നു. കറൻസി നോട്ട് അടിച്ചിറക്കുക, ബാങ്കുകളുടെ ബാങ്ക്, നികുതി നിരക്ക് നിശ്ചയിക്കുക, ഗവൺമെന്റിന്റെ ബാങ്ക്. ഇതിലെ
കേന്ദ്ര ബാങ്കിന്റെ ധർമ്മങ്ങളിൽ പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 3 മാത്രം. നികുതി നിരക്ക് നിശ്ചയിക്കുക എന്നുള്ളത് കേന്ദ്ര ബാങ്കിന്റെ ധർമ്മങ്ങളിൽ പെടാത്തതാണ്. 18ാമത്തെ ചോദ്യം, നീതി ആയോഗുമായി ബന്ധപ്പെട്ട ശരിയായത് ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ, 1ഉം 2ഉം. ആസ്ഥാനം ന്യൂഡൽഹിയിലെ നീതി ഭവൻ. പ്രസ്താവന സ്ഥാപിതമായത് 2015 ജനുവരി 1-ന്. നീതി ആയോഗുമായി ബന്ധപ്പെട്ട ശരിയായത് 1ഉം 2ഉം. 19ാമത്തെ ചോദ്യം, കേവല ഭൂരിപക്ഷ സമ്പ്രദായം എന്ന തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏതെല്ലാം? 19ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 2ഉം 3ഉം മാത്രമാണ് അനുയോജ്യമല്ലാത്ത പ്രസ്താവന. 2ഉം 3ഉം. 2ഉം 3ഉം. 20ാമത്തെ ചോദ്യം, മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്ന അവകാശങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ജോലി ചെയ്യാനുള്ള അവകാശം, സാമ്പത്തിക ചൂഷണത്തിനെതിരായ അവകാശം, സാമൂഹികവും സാമ്പത്തികവുമായ നീതിക്കുള്ള അവകാശം. ഇതിലെ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്ന അവകാശങ്ങൾ ഏതെല്ലാം എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഇവയൊന്നുമല്ല. 21ാമത്തെ ചോദ്യം, അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? 21ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 1ഉം 3ഉം മാത്രം. അവിശ്വാസ പ്രമേയം പാസ്സായാൽ പകരം മന്ത്രിസഭ നിലവിൽ വരുന്നത് വരെ നിലവിലെ മന്ത്രിസഭ തുടരുന്നു. 3ാമത്തെ പ്രസ്താവന, 2 അവിശ്വാസ പ്രമേയങ്ങൾ തമ്മിലുള്ള കാലയളവ് 3 മാസമായിരിക്കും. ഓപ്ഷൻ സി ആണ് ആൻസർ. 22ാമത്തെ ചോദ്യം, മൗലിക അവകാശങ്ങളുടെ സവിശേഷതകളിൽ ശരിയായവ ഏതെല്ലാം? 22ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞതെല്ലാം ശരിയാണ്. 23ാമത്തെ ചോദ്യം, സംസ്ഥാനത്തെ ഭരണകൂടത്തെ രാഷ്ട്രപതി പിരിച്ചുവിടുന്നത് ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ്? സംസ്ഥാനത്തെ ഭരണകൂടത്തെ രാഷ്ട്രപതി പിരിച്ചുവിടുന്നത് ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ്? 23ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 356 വകുപ്പ് പ്രകാരം. 24ാമത്തെ ചോദ്യം, സ്വത്തവകാശം എന്ന നിയമപരമായ അവകാശം ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 24 ഓപ്ഷൻ ബി 300A. 25ാമത്തെ ചോദ്യം, മൗലിക കടമകൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളുന്നത്? ഓപ്ഷൻ സി ആണ്, പാർട്ട് 4A മൗലിക കടമകൾ അഥവാ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. 26ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഏത്? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഓപ്ഷൻ ഡി, ട്രേഡ് യൂണിയനുകൾ. 27ാമത്തെ ചോദ്യം, അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ഏത്? ഓപ്ഷൻ സി. 28ാമത്തെ ചോദ്യം, 2018 പ്രളയത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ വീട് തകർന്നവരിൽ ഉൾപ്പെട്ട കിടപ്പ് രോഗികൾക്കും ഭിന്നശേഷിക്കാർക്കും അധിക ധനസഹായം നൽകുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, പ്രത്യുത്ഥാനം പദ്ധതി. 29ാമത്തെ ചോദ്യം, സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ സല്ലാപം, മന്ദഹാസം തുടങ്ങിയ പദ്ധതികൾ സമൂഹത്തിലെ ഏത് വിഭാഗത്തെയാണ് ഉൾക്കൊള്ളുന്നത്? 29ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ വയോജനങ്ങൾ. ഓപ്ഷൻ സി ആണ് ആൻസർ, വയോജനങ്ങൾ. 30ാമത്തെ ചോദ്യം, 15 മുതൽ 35 വയസ്സ് വരെയുള്ള യുവജനങ്ങൾക്ക് സാംസ്കാരിക കലാകായിക മത്സരങ്ങളിൽ കഴിവ് തെളിയിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? 30ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി, കേരളീയം. 31ാമത്തെ ചോദ്യം, മാലിന്യമുക്ത കേരളത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ, സ്നേഹാരാമം പദ്ധതി. അടുത്ത ചോദ്യം, താഴെ സൂചിപ്പിച്ചിരിക്കുന്നതിൽ ഏത് ഹോർമോണാണ് സ്ത്രീ ശരീരത്തിൽ ഗർഭകാലത്ത് മാത്രം ഉൽപ്പാദിപ്പിക്കുന്നത്? ഓപ്ഷൻ ബി. 33ാമത്തെ ചോദ്യം, ജലദോഷത്തിന് കാരണമായ രോഗകാരി ഏതാണ്?
ജലദോഷത്തിന് കാരണമായ രോഗകാരി ഓപ്ഷൻ എ റൈനോ വൈറസ്. 34ാമത്തെ ചോദ്യം യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന സന്ധിവീക്കം താഴെ സൂചിപ്പിച്ചിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, ഗൗട്ട്. മലേറിയ രോഗം പരത്തുന്ന കൊതുക് ഏത് വിഭാഗത്തിൽ പെടുന്നു? മലേറിയ രോഗം പരത്തുന്നത് ഓപ്ഷൻ എ ഫീമെയിൽ അനാഫിലസ് കൊതുക്. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് എവിടെ ആരംഭിച്ചു? കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് വന്നത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം. അടുത്ത ചോദ്യം ടോയ്ലറ്റുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നതും മനുഷ്യമാലിന്യങ്ങൾ അടങ്ങിയതുമായ മലിനജലമാണ് ഡാഷ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ബ്ലാക്ക് വാട്ടർ. 38ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ നീളത്തിന്റെ യൂണിറ്റുകൾ ഏതെല്ലാമാണ്? പ്രകാശവർഷം, റേഡിയൻ, പാർസെക്, ന്യൂട്ടൺ മീറ്റർ. ഇതിൽ നീളത്തിന്റെ യൂണിറ്റുകൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, 1ഉം 3ഉം. പ്രകാശവർഷം, പാർസെക്. 39ാമത്തെ ചോദ്യം ക്രിക്കറ്റ് കളിയിൽ ഒരു ബാറ്റ്സ്മാൻ പന്ത് തറനിരപ്പിൽ നിന്ന് 45 ഡിഗ്രി കോണളവിൽ അടിച്ചാലാണ് സിക്സർ ലഭിക്കാൻ ഏറ്റവും സാധ്യത. ഇതിന് പിന്നിലെ ശാസ്ത്രീയ കാരണം ഏറ്റവും ഉചിതമായി വിശദീകരിക്കുന്നത് താഴെ പറയുന്ന ഏത് സ്റ്റേറ്റ്മെന്റിലാണെന്നാണ് ചോദ്യം. 39ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 45 ഡിഗ്രി കോണളവിൽ പന്തടിക്കുമ്പോൾ പന്തിന്റെ ലംബ വേഗഘടകവും തിരശ്ചീന വേഗഘടകവും തുല്യമായതിനാൽ. 40ാമത്തെ ചോദ്യം ജലലഭ്യത വളരെ കുറഞ്ഞ പ്രദേശങ്ങളിൽ ജലസംരക്ഷണം പരമാവധി ഉറപ്പാക്കിക്കൊണ്ട് ചെടികൾക്ക് കൃത്യമായ അളവിൽ വെള്ളം ലഭ്യമാക്കാൻ സഹായിക്കുന്ന ഒരു ജലസേചന രീതിയാണ് തിരിനന. തിരിനനയിൽ താഴെ പറയുന്ന ഏത് ഭൗതിക പ്രതിഭാസമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? 40ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ കേശികത്വം. 41ാമത്തെ ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ എക്സ്റേ പോളറിമീറ്റർ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. എക്സ്റേ പോളറിമെട്രി സാങ്കേതികവിദ്യ വഴി എക്സ്പോസാറ്റിന് പഠനവിധേയമാക്കാൻ കഴിയാത്ത ആകാശവസ്തുക്കൾ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ എ എക്സോപ്ലാനറ്റുകളും ധൂമകേതുക്കളും. 42ാമത്തെ ചോദ്യം യഥാർത്ഥ വാതകങ്ങൾ ആദർശ സ്വഭാവം കാണിക്കുന്നത് ഏതെല്ലാം സാഹചര്യങ്ങളിലാണ്? ഓപ്ഷൻ ബി താഴ്ന്ന മർദ്ദം, ഉയർന്ന താപനില. 43ാമത്തെ ചോദ്യം ഒരു ലായനിയുടെ pH മൂല്യം 3 ആണെങ്കിൽ അതിന്റെ ഹൈഡ്രോണിയം അയൺ ഗാഢത എത്രയായിരിക്കും? 43ന്റെ ആൻസർ ഓപ്ഷൻ എ. 44ാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ സമ ഇലക്ട്രോണിക വർഗ്ഗങ്ങൾ ആയത് ഏതൊക്കെയാണ്? 44 ഓപ്ഷൻ ബി. 45ാമത്തെ ചോദ്യം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2005 പ്രഖ്യാപിച്ച ഏത് മിഷനാണ് ഇന്ത്യയുടെ അയൺ ഡോം പോലെയുള്ള പ്രതിരോധ സംവിധാനമായി വിശേഷിപ്പിക്കപ്പെടുന്നത്? ഓപ്ഷൻ സി മിഷൻ സുദർശൻ ചക്ര. 46ാമത്തെ ചോദ്യം വിഖ്യാത ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ പുത്രനായ എം രാമവർമ്മരാജ ആദ്യ ചെയർമാനായ അക്കാദമി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ കേരള ലളിതകലാ അക്കാദമി. 47ാമത്തെ ചോദ്യം ഇന്ത്യ ആദ്യ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയപ്പോൾ ടീം ക്യാപ്റ്റൻ ആരായിരുന്നു? ഓപ്ഷൻ സി ഹർമൻപ്രീത് കൗർ. 48 കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ കരസ്ഥമാക്കിയ മനുഷ്യന് ഒരു ആമുഖം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ ഡി സുഭാഷ് ചന്ദ്രൻ. 49 ക്ഷേത്ര സംസ്കാരത്തിന്റെ ഭാഗമായി AD 6ാം ശതകം മുതൽ കേരളത്തിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉത്ഭവിച്ചതെന്ന് കരുതപ്പെടുന്ന കലാരൂപം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി.
50-ാമത്തെ ചോദ്യം, ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മാതൃഭാഷ പഠനത്തിന് അവസരം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംരംഭം ഏതാണ്? ഓപ്ഷൻ ബി, മലയാളം മിഷൻ. മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. തൊട്ട് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. 61-ാമത്തെ ചോദ്യം, ദ ട്രഷർ വാസ് ബറീഡ് ഡാഷ് ആൻ ഓൾഡ് ഓക്ക് ട്രീ. ഉത്തരം ഓപ്ഷൻ സി, ബിനീത്ത്. 62-ാമത്തെ ചോദ്യം, ഫ്യൂ പീപ്പിൾ അണ്ടർസ്റ്റുഡ് ഡാഷ്. ഉത്തരം ഓപ്ഷൻ ഡി, ഡിഡ് ദേ. 63-ാമത്തെ ചോദ്യം, ഹി ഡാഷ് ദ ഡോക്യുമെന്റ്സ് ബിഫോർ സൈനിങ്. 63 ഓപ്ഷൻ എ. 64-ാമത്തെ ചോദ്യം, ഹി മെയ്ഡ് എ ഡാഷ് ടോക്കിംഗ് ടു ഹിസ് ഫ്രണ്ട് ലൗഡ്ലി ഡ്യൂറിംഗ് ദ സെറമണി. 64 ഓപ്ഷൻ ബി, ബോക്സ് പാസ്. 65-ാമത്തെ ചോദ്യം, ദ ടീച്ചർ മെയ്ഡ് ദം റൈറ്റ് ആൻ എസ്സേ ക്യാൻ ബി റീഫ്രെയിംഡ് ആസ്. ഉത്തരം ഓപ്ഷൻ എ, ദേ വർ മെയ്ഡ് ടു റൈറ്റ് ആൻ എസ്സേ. 66-ാമത്തെ ചോദ്യം, ബിറ്റ്വീൻ യു ആൻഡ് ഡാഷ് ദിസ് പ്ലാൻ മൈറ്റ് ഫെയിൽ. 66 ഓപ്ഷൻ സി. 67-ാമത്തെ ചോദ്യം, യു ഡാഷ് അണ്ടർസ്റ്റുഡ് ഇറ്റ് ബെറ്റർ ഇഫ് യു ഹാഡ് ലിസൺ കെയർഫുള്ളി. ഉത്തരം ഓപ്ഷൻ എ, യു വുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് ഇറ്റ് ബെറ്റർ ഇഫ് യു ഹാഡ് ലിസൺ കെയർഫുള്ളി. 68-ാമത്തെ ചോദ്യം, ഹി ബോട്ട് ഡാഷ് ടോയ് ഫോർ ഹിസ് സൺ. ഉത്തരം ഓപ്ഷൻ സി. 69-ാമത്തെ ചോദ്യം, 69-ാമത്തെ ചോദ്യം, the bikers had a moonlit dash by the riverside. Option D. 70th question, the designer dress cost her an arm and a leg means. Option B, the dress is extremely costly.